അപൂർവങ്ങളിൽ അത്യപൂർവവും അതിക്രൂരവുമായ കൊലപാതകമെന്ന് വിലയിരുത്തിയാണ് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2017 ഡിസംബർ 14 പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. സ്ത്രീകളുടെ അന്തസ്സുയർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് വിധിയെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് അന്ന് കോടതി പരിഗണിച്ചത്. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജിഷയുടെ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി അമീറുൽ ഇസ്ലാം അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി വെറുതെ വിടണമെന്ന പ്രതിയുടെ ആവശ്യവും ഹൈക്കോടതി തള്ളി. വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകേണ്ടത് കോടതിയുടെ കടമയെന്ന നിരീക്ഷണത്തോടെയായിരുന്നു ജിഷ വധക്കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി. കേസിൽ DNA-യും മറ്റ് ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത്. DNA സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വസിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. വീടിന്റെ വാതിൽ കട്ടിളയിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ തെളിവായി എടുക്കാമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. കൊലപാതകം, ബലാത്സംഗം, അതിക്രമിച്ചു കയറൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെതിരെ നേരത്തെ തെളിഞ്ഞത്. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചതെന്നുമാണ് പ്രതിയുടെ അപ്പീലിലെ വാദം. 2016 ഏപ്രിൽ 28-നാണ് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത്. 2016 ഏപ്രിൽ 28-ന് രാത്രി 8 മണിയോടെയാണ് പെരുമ്പാവൂർ കുറുപ്പംപടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ നിയമവിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജിഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് 2016 ഏപ്രിൽ 30-ന് DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം ആരംഭിച്ചു. 2016 മെയ് 4-നാണ് ജിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ശരീരത്തിൽ 38 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയിരുന്നു. അതിനാൽ പെരുമ്പാവൂർ DYSP അനിൽകുമാറിനെ അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കി. പകരം ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP AB ജിജിമോന് ചുമതല നൽകി. പിന്നീട് അന്വേഷണം പുരോഗമിച്ചപ്പോൾ നിർമ്മാണ തൊഴിലാളികൾ ധരിക്കുന്ന തരം ചെരുപ്പ് 2016 മെയ് 8-ന് മരണപ്പെട്ട വിദ്യാർത്ഥിനിയുടെ വീടിന്റെ പരിസരത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു. അത് അന്വേഷണത്തിലൊരു വഴിത്തിരിവായി. ശേഷം 10-ാം തീയതി വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയത് മുൻനിരയിലെ പല്ലിന് വിടവുള്ളയാളാണെന്ന ഫോറൻസിക് നിഗമനം പുറത്തുവരികയും 14-ാം തീയതി കൊലയാളിയുടെ DNA വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ പോലീസിന് സംശയമുണ്ടായിരുന്ന ആരുമായും ഈ DNA ചേർന്നില്ല. മെയ് 16-ന് പ്രതി നിർമ്മാണ തൊഴിലാളി തന്നെയെന്ന് ഉറപ്പിക്കുന്നു. ഘാതകരെ തേടി പോലീസ് സംഘം ബംഗാളിലെ മുർഷിദാബാദിലേക്ക് വരെ പോയി. മെയ് 19-ന് കേസുമായി ബന്ധപ്പെട്ട് 10 പേരെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പോലീസിന്റെ ശ്രമങ്ങളെല്ലാം വെറുതെയായി. അതോടെ നിലവിലുണ്ടായിരുന്ന അന്വേഷണ സംഘത്തെ മാറ്റാൻ പിണറായി വിജയൻ മന്ത്രിസഭ തീരുമാനിക്കുന്നു. മെയ് 28-ന് DGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം നിലവിൽ വന്നു. 31-ാം തീയതി വിദ്യാർത്ഥിനിയുടെ കൈവിരലിൽ നിന്ന് ലഭിച്ച DNA-യ്ക്കും വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉമിനീരിലെ DNA-യ്ക്കും തമ്മിൽ സാമ്യമുണ്ടെന്ന് കണ്ടെത്തുന്നു. പിന്നീട് 2016 ജൂൺ 2-നാണ് പ്രതിയെന്ന് കരുതുന്നയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിടുന്നത്. മരണവുമായി ബന്ധപ്പെട്ട് നിയമവിദ്യാർത്ഥിനിയുടെ വീടിന് പരിസരത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം 25 പേരെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയും പോലീസിന് ലഭിച്ചു. 2016 ജൂൺ 14-ാം തീയതി പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഊരും പേരും മാറ്റി കാർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു പ്രതിയായ അമീറുൽ ഇസ്ലാം. ജൂൺ 16-ാം തീയതിയാണ് പ്രതി അറസ്റ്റിലായ വിവരം പോലീസ് പുറത്തുവിടുന്നത്. അന്ന് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 2016 സെപ്റ്റംബർ 16-ന് കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് 2017 മാർച്ച് 13-ന് ജിഷ വധക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങുകയും ഡിസംബർ 14-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു.
ഒടുവിൽ 2024 മെയ് 20-ന് വധശിക്ഷയ്ക്കെതിരെ പ്രതി നൽകിയ അപ്പീലിൽ ഹൈക്കോടതി അപ്പീൽ തള്ളി ഉത്തരവിറക്കുന്നു. കൂടാതെ കോടതി വധശിക്ഷ ശരിവെക്കുന്നു. പ്രതിക്ക് എന്തുകൊണ്ട് വധശിക്ഷ നൽകിയെന്നുള്ള കാരണങ്ങളും വിചാരണ കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാത്ത പക്ഷം പൊതുമനസാക്ഷി നൊമ്പരപ്പെടുമെന്നും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ നിർഭയ കേസ് പരാമർശിച്ചാണ് 2017 ഡിസംബർ 14-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷയ്ക്ക് വിധിച്ചത്. മാനഭംഗം അടക്കമുള്ള വിവിധ കുറ്റങ്ങൾക്കും ജീവപര്യന്തത്തിനും പുറമെ 18 വർഷം കഠിന തടവും പിഴയും കോടതി വിധിച്ചു. പ്രതി ചെയ്ത കുറ്റകൃത്യം അതിഭീകരവും അത്യപൂർവവുമെന്ന് കണ്ടെത്തിയാണ് പരമാവധി ശിക്ഷ തന്നെ നൽകിയതെന്ന് കോടതി വ്യക്തമാക്കി. വധശിക്ഷയ്ക്ക് അടിസ്ഥാനമായി കോടതി കണ്ടെത്തിയ കാരണങ്ങൾ ഇങ്ങനെയാണ്. ശക്തവും വിശ്വസനീയവുമായ ശാസ്ത്രീയ തെളിവുകളാണ് അമീറിനെതിരെ പ്രോസിക്യൂഷൻ നിരത്തിയത്. സാക്ഷിമൊഴിയേക്കാൾ വിശ്വാസ്യത ഈ തെളിവുകൾക്കുണ്ടെന്നും കോടതി കണ്ടെത്തി. ദൃക്സാക്ഷിയില്ലാത്ത കേസുകളിൽ കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകരുതെന്ന് നിയമത്തിൽ പറയുന്നില്ല. വധശിക്ഷ ഭരണഘടനാ വിരുദ്ധമെന്ന് വിലയിരുത്തിയിട്ടില്ല. പെൺകുട്ടിയുടെ വാ പൊത്തിപ്പിടിച്ചപ്പോൾ വിരലിൽ കടിച്ചെന്ന് അറസ്റ്റിലായ ശേഷം അമീറുൽ സമ്മതിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണിതെന്ന വാദം ശരിയല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മാനം അടിയറവ് വയ്ക്കാതെ പ്രതിയോട് പൊരുതിയാണ് പെൺകുട്ടി മരിച്ചത്. അതാണ് അവരുടെ മരണം സമൂഹത്തിന്റെ പൊതുബോധത്തെ ഇത്രയും മുറിപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ പ്രതി ദയ അർഹിക്കുന്നില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സ്ത്രീകൾക്കെതിരായ അക്രമം ഇല്ലാതാക്കാനും അവരെ ആദരിക്കാനുമുള്ള ജനമുന്നേറ്റത്തിനുള്ള അറിയിപ്പായി ഈ വിധി മാറട്ടെയെന്ന പ്രത്യാശയും വിചാരണ കോടതി പ്രകടിപ്പിച്ചു. എന്നാൽ ജിഷയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചതിനെ തള്ളിക്കൊണ്ട് പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ രംഗത്തെത്തിയിരുന്നു. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് അഡ്വക്കേറ്റ് ആളൂർ പറയുന്നത്. ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താനായില്ലെന്ന വേദനയാണ് തനിക്കുള്ളതെന്നും അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞു. എന്തായാലും കേരളം കാത്തിരുന്ന, ജനങ്ങൾ ആഗ്രഹിച്ച കോടതി വിധി വന്നെങ്കിലും പ്രതി അമീറുൽ ഇസ്ലാമിന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല.